ആക്ച്വലി ഇത് എൻ്റെ 100ാമത്തെ വോയിസ് ഓവർ ആണെന്ന് തോന്നുന്നുണ്ട്. എത്ര വോയിസ് ഓവർ എടുത്തിട്ട് എനിക്ക് തൃപ്തിയാവുന്നില്ല. എന്തെന്നാ പറയണ്ടേന്നും എനിക്കറിയില്ല. എഴുതി വെച്ചിട്ട് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഫ്ലോയിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. അങ്ങനെ പറയാൻ നോക്കിയിട്ട് അതും ശരിയാകുന്നില്ല. ഓക്കെ, ബൈ ദ വേ, ഇത് നമ്മൾ 6 സ്ക്രഞ്ചീസിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ലാസ്റ്റ് മിനിറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഷിപ്പ് ചെയ്യേണ്ടതിൻ്റെ തൊട്ട് തലേ ദിവസം ചെയ്തു തീർത്ത്. അപ്പോൾ നമ്മളെന്തായിട്ടും അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ. രാത്രിയാണ് എൻ്റെ കുറച്ചും കൂടി ബുദ്ധി പ്രയോഗിക്കൽ, ഐ മീൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആകൽ ഞാൻ രാത്രിയാണെന്ന് എനിക്ക് തോന്നലുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളും ഇങ്ങനത്തെ ചെയ്യാനെല്ലാം വന്നാൽ എനിക്ക് പണ്ടേ ഞാൻ രാത്രിയാണ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യൽ. ഹാമ്പേഴ്സ് ആയാലും അതെല്ലാം ആയാലും രാത്രിയാണ് കുറച്ച് കൂടുതൽ ഞാൻ ചെയ്യൽ. എന്നെപ്പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും മെൻഷൻ ചെയ്യാം കേട്ടോ താഴെ. അപ്പോൾ അതന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 6 സ്ക്രഞ്ചീസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 6 സ്ക്രഞ്ചീസിനേക്കുള്ള എലാസ്റ്റിക് എൻ്റെ അടുത്ത് ഇല്ല. ഞാനിത് അടിക്കാൻ കീനേറാന്ന് എനിക്ക് മനസ്സിലായി. 6 എത്തൂലാന്ന്. അപ്പോൾ നമ്മളടുത്ത് ആ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ഹെയർ ടൈ ഉണ്ടാവുമല്ലോ, സാധാ ഹെയർ ടൈ, ആ ഒരു ഹെയർ ടൈ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതുകൊണ്ട് ചെയ്യാം. അതെപ്പോഴോ എന്തിനോ വാങ്ങി വെച്ചതാണ്. ഇതേപോലെ സ്ക്രഞ്ചീസ് ചെയ്യാൻ തന്നെയാണ് തോന്നുന്നത്. ഞാൻ വാങ്ങിച്ച് കുറച്ച് കാലമായി. അപ്പോൾ അതിനെ കൊണ്ട് ചെയ്യാം. പക്ഷേ അതിനെ കൊണ്ട് എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ ആയിരുന്നു ആ ഒരു രീതിയിൽ. പക്ഷെ എനിക്ക് അടിപൊളിയായിട്ട് വന്നു, മാഷാല്ലാ. എനിക്കിതാണ് കുറച്ചും കൂടി കൂടുതൽ സിമ്പിളായിട്ട് തോന്നി. നിങ്ങൾക്കായിരിക്കെങ്കിലും അങ്ങനത്തെ മെത്തേഡ് വേണം, അങ്ങനത്തെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ DM ചെയ്യണമെന്നില്ല, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായി നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സമയവും ഇതൊന്നും കിട്ടാറില്ല. നമ്മൾ കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് ഫ്രെയിംസും ഹാമ്പേഴ്സും അങ്ങനത്തതെല്ലാം തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ വർക്ക് കുറച്ച് കുറവാണ് ഇപ്പോൾ കിട്ടുന്നത്. അധികം ഇങ്ങനെ ബോവും അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. സ്ക്രഞ്ചീസ് കുറച്ച് കുറവാണ്. നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ആയാലും സ്ക്രഞ്ചീസ് അധികം ചെയ്യലില്ല. ഇപ്പോൾ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ രാത്രി ഒരു 12 മണിയെല്ലാം കഴിയും നമ്മൾ വീട്ടിലെത്താൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടീസ് കൊണ്ട് നമ്മൾ ചെയ്യാറില്ല. കുറച്ചും കൂടി മാനേജ് ചെയ്തിട്ട് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പറ്റും. കുറച്ചെല്ലാം നമുക്ക് മടിയുണ്ടാവുമല്ലോ. അപ്പോൾ ആ മടിയൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ കുറേ ആൾ ചോദിക്കലുണ്ട് സ്ക്രഞ്ചീസിലേതാ നല്ല മെറ്റീരിയൽ, അതായത് യൂസ് ചെയ്യാൻ നല്ലത് ഏതാ മെറ്റീരിയൽ എന്ന് ചോദിക്കലുണ്ട്. അത് സാറ്റിൻ മെറ്റീരിയലാണ് കുറച്ചും കൂടി നല്ലത്, മുടിക്ക് കുറച്ചും കൂടി നല്ലത്, അധികം കുടുങ്ങാത്തയും അങ്ങനെയെല്ലാം ഇരിക്കാൻ കുറച്ചും കൂടി നല്ലത് സാറ്റിനാണ്. ബാക്കിയെല്ലാം മെറ്റീരിയൽ മോശമെന്നല്ല, കുറച്ചും കൂടി നല്ലത് സാറ്റിനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ്. അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഏത് മെറ്റീരിയൽ വേണമെന്നോ ഇതൊന്നും. പക്ഷേ അവർ പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആവണമെന്നേ ഉള്ളൂ. മെറ്റീരിയൽ ഏതായാലും ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞത്. പ്രിൻറ്റും ഒരു കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എൻ്റെ ചോയ്സാണ്, ഞാൻ ചൂസ് ചെയ്തതാണ് ഈ ഒരു മെറ്റീരിയലും ഈ ഒരു പ്രിൻ്റെല്ലാം. ഓക്കെ, അപ്പോൾ സമയം നല്ല വൈകി, 2:45 ആവാറായി. അപ്പോൾ ബാക്കിയെല്ലാം അടിച്ച് കഴിഞ്ഞു. ഇനി ഈ ടാഗ് വെക്കേണ്ട ആ ഒരു പ്രോസസ്സിങ്ങിന് ബാക്കിയുള്ളൂ. അത് നമുക്ക് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. 6 ടാഗ് ഫിറ്റ് ചെയ്യൽ. അപ്പോൾ അത് രാവിലെയാണ് ചെയ്തത്. ഞാൻ പിന്നെ പോയിട്ട് കിടന്നുറങ്ങി. ഇത് രാവിലെ എടുത്ത ഷൂട്ടാണ്. നല്ല 6 സ്ക്രഞ്ചീസും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ എന്തായിട്ട് DM ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.